സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തക്കാളി ഫ്രൈയുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. അത് നമ്മളെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം ഞങ്ങൾ പണ്ടിരിക്കും പപ്പയുടെ കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് തക്കാളി ഫ്രൈയും ചപ്പാത്തിയും കൂടെ കഴിച്ചു. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഞങ്ങൾ അന്ന് രണ്ടുപേരും കൂടെ 5 ചപ്പാത്തി തിന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ 5 ചപ്പാത്തി തിന്നുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ അത് എങ്ങനെ തയ്യാറാക്കുന്നു? വീടുകളിലാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ടും കളറുകളൊന്നും ചേർക്കാണ്ട് നമുക്ക് വീട്ടിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ താമസിക്കുന്നെങ്കിൽ, ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ, അതുപോലെ ജോലിക്ക് പെട്ടെന്ന് പോകേണ്ടവരാണെങ്കിൽ, അതുപോലെ നമുക്ക് ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ നമുക്ക് കറികളൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് തക്കാളി ഇരിപ്പുണ്ട്, അപ്പോൾ വേഗം നമുക്കതെങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമുക്ക് പലർക്കും അറിവ് ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുള്ള സാധനങ്ങൾ തക്കാളിയൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ തക്കാളി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ലെസ്ലി, ഞാൻ ലവ്ലി. തക്കാളി ഫ്രൈ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം നമുക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവോള, മീഡിയം സൈസിൽ 2 സവോളയാണ്, നമുക്കതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്ത് സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ, ഒന്ന് വാടി കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നാലേ ആ തക്കാളിയുടെ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പടിയിലൊക്കെ പിടിക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് വാട്ടിയെടുക്കാൻ വേണ്ടി. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത്. നമ്മൾ പച്ചമുളക് ചേർത്തുകൊണ്ട് മറ്റ് സാധാരണ നല്ല മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു കളറെല്ലാം കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ കളർ അല്പം കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെ നല്ല പച്ചമണമൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് ആ സവോളയുടെ കൂട്ടത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകരുത്, അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളതിൽ വഴറ്റിയെടുക്കാൻ വേണ്ടി. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതും കൂടെ നമുക്ക് സവോളയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ സാധാരണ ഒരു അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന് വേണ്ടിയുള്ള പൊടികളുമാണ് ചേർത്ത് കൊടുത്തത്. ഇനി അല്പം കൂടെ പൊടി കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞങ്ങളിവിടെ 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇനി തക്കാളി നമുക്ക് വേവുന്നതിന് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. ഞങ്ങൾ അടച്ചു വെച്ച് വേവിക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെ ഇളക്കിയാണ് ഞങ്ങളത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടിയിലൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി കുറവാണെന്ന് തോന്നി, അല്ലെങ്കിൽ ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നോക്കിയ ശേഷം നമ്മളത് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി നിറമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇരി ഇറക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഒരുപാട് എരിവും തോന്നിക്കുകയല്ല. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കളറായിരിക്കും. ഉപ്പൊക്കെ ഉണ്ടെന്ന് ടേസ്റ്റ് ഉപ്പുണ്ട്, തക്കാളിയിലും സവോളയിലൊക്കെ ഉപ്പുണ്ട് കേട്ടോ. നന്നായിട്ട് നമ്മൾക്ക് വേവിച്ചെടുക്കാം അല്ലേ? ഇളക്കി കൊടുത്തു ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പം. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ളതല്ലേ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ, കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ളൊരു സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കി ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ തക്കാളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമുക്കൊരല്പം
ഉലുവ പൊടിച്ച് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരല്പം മതി, ഒരു പിഞ്ചിട്ടാൽ മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പാവും. നമുക്ക് അത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊരല്പം ഉലുവാപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരല്പം കുരുമുളക് പൊടി, ഒരല്പം മല്ലിയില. ഈ നമ്മുടെ ഉലുവാപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ചുകൊണ്ടാണ് ഇപ്പം ചേർത്തത്. ഇനി വറുത്ത് പൊടിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്ന സമയത്ത് 2-3 മണി ഉലുവ ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ലാസ്റ്റ് ഒരല്പം സോസും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം. തക്കാളി സോസാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഒരല്പം മതി, ഒരുപാട് വേണ്ട. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുത്തു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ലൊരു സ്മെല്ലല്ലേ ആ സോസിൻ്റെയൊക്കെ. സോസും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തപ്പോൾ അതിൻ്റെ ഉലുവാപ്പൊടിയും കൂടി ആകുമ്പോൾ നല്ലൊരു മണം വരും. തക്കാളി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഞങ്ങളിപ്പോൾ തയ്യാറാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കി. വളരെ ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് വേഗം തന്നെ എളുപ്പത്തിലാണ് നമുക്ക് വീട്ടിലാകുമ്പോൾ ഉണ്ടാക്കിയെടുക്കാമല്ലോ. മറ്റു കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചോറിന് വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ ഈ തക്കാളി ഫ്രൈ കൂട്ടിയിട്ട് ചോറ് നല്ല ടേസ്റ്റി ആയിട്ട് ചോറുണ്ടാകും നമുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടിപൊളി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.